ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഞാൻ പഠിച്ച സ്കൂളുകളിൽ എനിക്ക് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയതാണ്. ഇപ്പോൾ 50ാമത്തെ വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 50ാമത്തെ വർഷത്തിൽ of UKG. Sorry, Naveen SS. Dnika Pradesh UKG. നമസ്കാരം. സോ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് സംസാരിക്കാം. ഓക്കെ. സോ നമ്മുടെ ശ്രീ വിദ്യാധിരാജ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PR എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതേപോലെ ആനുവൽ ഡേ സെലിബ്രേഷൻ സർ, അപ്പം ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു. 50th ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 50th എന്ന് വെച്ചാൽ 50ാമത്തെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്പെഷ്യൽ ആനുവൽ ഡേ ആണ്. അപ്പം സാർ പറഞ്ഞ കണക്ക് 75ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇന്ന് ഇത് 25 എത്തുമ്പം 50th എന്താ പറയുക ആനിവേഴ്സറി ഇതിന്റെ സെലിബ്രേഷൻ ആണ്. പിന്നെ ഞാൻ ഈ സ്കൂളിൽ വരുന്നതിന് മുന്നേ ഇവിടുത്തെ കുട്ടികളെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പം നല്ല കുട്ടികളാണെന്ന് ഞാൻ അറിഞ്ഞു. ഓക്കെ. സോ അപ്പം എന്താ പറയാ, എന്നെ ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തതിലും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അപ്പോൾ ഇത് ആറ്റിങ്ങിലാണ്, എൻ്റെ സ്ഥലം വർക്കലയാണ്. ഓക്കെ, എൻ്റെ നേറ്റീവ് വർക്കലയാണ്. അപ്പോൾ ഞാൻ MGM സ്കൂളിലാണ്, MGM മോഡൽ സ്കൂളിലാണ് ഞാൻ എൻ്റെ സ്കൂളിംഗ് ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത്താണ് പോയത്. അത് ഓക്കെ. സോ അപ്പം എന്താ പറയാ, എനിക്ക് ഈ ക്യാമ്പയിൻസ് ഒന്നും ചെയ്യാൻ അറിയില്ല, പക്ഷെ എന്നാലും എൻ്റെതായിട്ടുള്ള കുറച്ച് സജഷൻസ് ഞാൻ പറയാം. ഓക്കെ. സോ നിങ്ങള് സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഓക്കെ. സോ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക, നന്നായി പഠിക്കുക. കാരണം നമുക്കൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ നന്നായി പഠിക്കണം, അതിനോടൊപ്പം നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തണം, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ഓക്കെ. സോ നമ്മളെല്ലാവരും ലൈഫിൽ മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം പറ്റും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിലാണ് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവുന്നത്. പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മളുടെ അടുത്ത് തന്നെ ആയിരിക്കണം. ഓക്കെ, മറ്റുള്ളവരുടെ അടുത്തല്ല. നമ്മളെ ബെറ്റർ വെർഷൻ നമ്മൾ എപ്പോഴും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്താ പറയാ, ഞാൻ എൻ്റെ സ്കൂളിൽ സത്യം എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഞാൻ പഠിച്ച സ്കൂളുകളിൽ എനിക്ക് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയതാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി എന്താ പറയുക വലിയ വ്യക്തികളായിട്ട് തിരിച്ച് നിങ്ങൾ ഈ ഒരു സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. കാരണം ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും നമ്മുടെ ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഡ്രീംസ് ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഡ്രീംസ് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ ഡെയിലി അതിനുവേണ്ടി പ്രയത്നിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്താ പറയാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫില് എല്ലാ ആഗ്രഹവും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം നല്ല മനുഷ്യരാകാൻ വേണ്ടി ഓരോരോ ദിവസവും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ആനുവൽ ഡേ ആണ്, നിങ്ങളുടെ ദിവസമാണ്, നിങ്ങൾ പഠിച്ചു പൊളിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ചെറിയ സന്തോഷത്തിൽ എനിക്കും പങ്കുചേരാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. അപ്പം ഇവിടെ വന്നിരുന്നിട്ടുള്ള കുട്ടികൾ, പിന്നെ പാരൻസ്, പിന്നെ ടീച്ചേഴ്സ്, എല്ലാവർക്കും വലിയ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.